ഇന്ന് നമ്മൾ ഉണക്കമീൻ കൊണ്ടുള്ളൊരു കറിയാണ് വെക്കുന്നത്. മാങ്ങ ഇട്ട് തേങ്ങ അരച്ച ഉണക്കമീൻ കറി. നമുക്ക് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, സ്രാവ് മീനാണ്. 100 ഗ്രാം ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക് നടുവേ പിളർന്നിട്ടിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 4 വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കടുക്. ആദ്യമായിട്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ജാറെടുത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഒരു ചട്ടി എടുത്തതിന് ശേഷം മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ നന്നായി കഴുകി കുറേ സമയം വെള്ളത്തിലിട്ട് നന്നായി കഴുകി അതിൻ്റെ ഉപ്പൊക്കെ മാറ്റിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അരപ്പയായിട്ട് നമുക്ക് തേങ്ങ അരച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം, എണ്ണ പോലെ അരച്ചെടുക്കണം. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തത് കഴുകി ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ വളരെ കുറച്ച് എരിവ് മതി എല്ലാവർക്കും, അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. സ്റ്റവ് കത്തിച്ചിട്ടില്ല ഇതുവരെ. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റവ് കത്തിക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്കമീൻ ഉപ്പ് സാധാരണ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൽ നിന്ന് ഉപ്പ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമുക്കിനി മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് കത്തിക്കാം. നമ്മൾ ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും മുന്നേ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മുന്നേ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിടണം. വെള്ളത്തിലിടുന്ന സമയത്ത് കുറച്ച് പേപ്പർ കഷ്ണങ്ങളോട് ഇട്ട് കൊടുക്കാൻ, അതിൽ ഉപ്പൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഉണക്കമീൻ റെഡിയാക്കി എടുക്കേണ്ടത് കറി വെക്കാനായിട്ട്. നമുക്കിനി ഉണക്കമീൻ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ പൊടിയാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കടുക് താളിച്ചിടണം. കടുക് താളിക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിച്ച് നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്.